പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. സോയിൽ സ്നേഹവും ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് വിശുദ്ധ കൊർന്നേലിയസ് പാപ്പായുടെയും വിശുദ്ധ സുപ്രിയാൻ്റെയും തിരുനാളെന്ന് ആഘോഷിക്കപ്പെടുകയാണ്. വിശുദ്ധ കൊർന്നേലിയസ് മാർപ്പാപ്പയായിരുന്നു, വിശുദ്ധ സുപ്രിയാൻ മെത്രാനായിരുന്നു. ഒത്തിരിയേറെ സഭാ പീഡകളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നാൽ, പ്രത്യേകിച്ച് സഭയ്ക്കെതിരായിട്ട് ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ സഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന സമൂഹങ്ങളെല്ലാം അവരെ കടന്ന് ആക്രമിക്കുകയും പിന്നീട് ഈശോയെ പ്രതി അവർ രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ വിസ്തരിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു, ദൈവം അവസാനം വരെ മരണം പോകുന്നത് അല്ലെങ്കിൽ ജീവൻ പോകുന്നത് വരെ മരിക്കുവാനായിട്ട് തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കുവാനായിട്ട് തയ്യാറായി എന്നുള്ള ഒരു വലിയ മഹത്വമാണ് ഈ വിസ്തരിൽ കാണാവുന്ന ഏറ്റവും വലിയ നന്മ. നമുക്ക് ഈ വിസ്തരെ പോലെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഏത് കാര്യവും ശക്തമായിട്ട് അതിന് വേണ്ടി നിൽക്കാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്യാം. ഈശോയുടെ ബലിയർപ്പിക്കുക. ഞാൻ നിങ്ങളും അയോഗ്യരാണ്, നമ്മളെ യോഗ്യരാക്കേണ്ട ദൈവം തന്നെ. ദൈവത്തിൻ്റെ തിരുസൻ്റെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുകയും കർത്താവിൻ്റെ വചനത്തിനെതിരായിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ മുമ്പിൽ കൂടുതൽ ആത്മശോധന നടത്തുകയും നമ്മളെ തന്നെ വിശദീകരിക്കണമേ എന്ന് തമ്പുരാനോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും കുറിച്ചും അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ വലിയ പിഴ. ആകയാൽ മലാഖമാരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരായ കൊർന്നേലിയസിനെയും സുപ്രിയാനെയും അങ്ങേ ജനനത്തിന് വേണ്ടി തീക്ഷ്ണയുള്ള അജപാലകരും അജയരായ രക്തസാക്ഷികളുമായി അങ്ങ് നൽകിയല്ലോ. അവിടെ മധ്യസ്ഥത്താലും വിശ്വാസത്താലും ശ്രദ്ധയാലും ഞങ്ങൾ ശക്തരാകാനും സഭയുടെ ഐക്യത്തിന് വേണ്ടി തീവ്രമായി പരിശ്രമിക്കുവാനും അനുഗ്രഹിക്കണമേ. നീയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ ഉത്തരമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. ഒന്നാം വായന. നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകുകയാണെങ്കിൽ കർത്താവിന്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. സഹോദരരെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല. എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു. തൽഫലമായി ഒരുവൻ വിശന്നും അപരൻ കുടിച്ചുന്മത്തനായും ഇരിക്കുന്നു. എന്ത്, തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിന്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ? ഇല്ല, ഞാൻ പ്രശംസിക്കുകയില്ല. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവേൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവേൻ.
കർത്താവിന്റെ മരണം കർത്താവിന്റെ മരണം അവന്റെ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവിൻ. പ്രഖ്യാപിക്കുവിൻ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവിൻ. പുസ്തക ചുരുളുകളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങേ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അങ്ങേ നിയമം എന്റെ ഹൃദയത്തിലുണ്ട്. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവിൻ. ഞാൻ മഹാസഭയിൽ വിമോചനത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചു. കർത്താവെ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എന്റെ അധരങ്ങളെ അടക്കി നിർത്തിയില്ല. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവിൻ. അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ. അങ്ങയെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ. കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുവിൻ. അല്ലേലൂയ, അല്ലേലൂയ. അങ്ങേ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങേ അത്ഭുത കൃത്യങ്ങളെ പറ്റി ധ്യാനിക്കും. അല്ലേലൂയ. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷതായും പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെ അവതരങ്ങളെയും സംശുദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനഹൂമിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്നമരണനായി കിടന്നിരുന്നു. അവൻ യജമാന് പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുവാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞ്, നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ അർഹനാണ്. എന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കും, നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അവൻ വീടിന് അടുക്കാറായപ്പോൾ ആ ശതാധിപൻ്റെ സ്നേഹിതരെ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ട് വേണ്ട. അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ വൃത്യന് സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. യേശു ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ച് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ ഈ ബലിയർപ്പണത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ചരമവാർഷികമായി ആചരിക്കുന്ന എൻ്റെ കുട്ടി വക്കച്ചൻ, റോമൻ പേലി, ആഗ്നസ് സേവിയർ, ലിൻഡ പോൾ, സിസ്റ്റർ തെരസീന, എലിസബത്ത് ലോറൻസ് പള്ളിപ്പറമ്പിൽ, EL ജോസഫ്, ലൂസി ആൻ്റണി, സാംസൺ, CL റാഫേൽ, ലൂസി വർഗീസ്, സൂസി ഈശുട്ടി, ജോയി കല്ലിങ്കൽ, പോൾസൺ കല്ലിങ്കൽ, ബിനു, ബോബൻ, എല്ലാവരെയും, അതുപോലെ തന്നെ എല്ലാ ആത്മാക്കളെയും, അവരുടെ ആത്മാക്കളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ആത്മശാന്തി കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് യാചിക്കുകയും ചെയ്യാം. അതുപോലെ ജർമ്മൻ എക്സാം എഴുതുവാൻ പോകുന്ന ലെസനെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം. അതുപോലെ അലോഷ്യസ് പെരേര, സെല്ല അലോഷ്യസ്, അനീറ്റ അലോഷ്യസ്, അൻസൺ ആൻ്റണി, ഡേവിഡ് ആൻസൺ, ഐസ മരിയ, അനീഷ അലോഷ്യസ്, അഞ്ജു ഷാജു, റാഫേൽ മരിയ എന്നിവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ബലിവേദിയിൽ അപ്പവും വീഞ്ഞിനുമൊപ്പം ദൈവമേ എന്നിന നൽകുന്നിതാ കാഴ്ചയ നൽകുന്നിതാ ബലിവേദിയിൽ അപ്പവും വീഞ്ഞിനുമൊപ്പം ദൈവമേ എന്നിന നൽകുന്നിതാ കാഴ്ചയ നൽകുന്നിതാ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവ്വശക്തന് പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവൻ നന്മയ്ക്കുമായ അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. രക്തസാക്ഷികളായ വിസ്തൃതിയുടെ സഹനത്തെ പ്രതി സമർപ്പിച്ച് അങ്ങ് ജനത്തിന്റെ കാണിക്കൽ സ്വീകരിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചരായ കൊർന്നേലിയസിനെയും സിപ്രിയാനെയും മതപീഡനത്താൽ ധീരതയുടെ ശുശ്രൂഷകൻ സഹായിച്ച ഈ കാണിക്കകൾ ഞങ്ങൾക്ക് പ്രതിസന്ധികളിൽ സ്ഥിരത പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്ഥനത്തിനുമായ ദൈവമേ, അങ്ങ് എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് അർപ്പിക്കുന്നത് യഥാർത്ഥവും ന്യായം യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ അങ്ങേ വിസ്തരണ പുകഴ്ചയിൽ അങ്ങ് മഹത്വീകരിക്കപ്പെടുന്ന അങ്ങേ സത്യയുടെ വിസ്മയനീയ പ്രവൃത്തികളാണല്ലോ. അവരുടെ പീഡകളിൽ പ്രകടമാകുന്ന ഞങ്ങൾ കർത്താവായ ക്രിസ്തുജങ്കാരൻ്റെ വിശ്വാസശേഷത പ്രദാനം ചെയ്യുകയും സ്ഥിരോത്സാഹത്തിന്റെ സ്ഥൈര്യം നൽകുകയും സഹനത്തിൽ വിജയം നൽകുകയും ചെയ്യുന്നു. അകൽ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങേ ആരാധിച്ചുകൊണ്ട് ഒരു നവീകാരം ആലപിക്കുകയും ഞങ്ങൾ മലാഹമായ സർവ്വസൈന്യങ്ങളും ഒത്തവരാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഹോസാന. കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹീതൻ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് ഹൃദയത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടുള്ള ചെയ്തെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരമത്താഴം കഴിഞ്ഞ് വനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ ഹൃദയത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അളിച്ചതെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുന്നതാൽ നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിൻ്റെ ദർശനം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിക്കാം. നമുക്ക് ദുഃഖങ്ങളുണ്ട്, സന്തോഷങ്ങളുമുണ്ട്. കർത്താവ് നമ്മുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷങ്ങളായിട്ട് മാറ്റുവാൻ, കർത്താവിൻ്റെ കുരിശിൽ നിന്നൊഴുകുന്ന രക്തത്താൽ കഴുകപ്പെടാനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളുണ്ട്, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്, വിവാഹ തടസ്സം നേടുന്ന യുവാക്കളും യുവതികളുമുണ്ട്, പ്രായം എത്തിയിട്ടും വിവാഹം നടക്കാതെ കഴിയുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഈ ബലിയർപ്പണം നമുക്ക് സാന്ത്വ മിഷനിലൂടെ നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരൻ ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്ലെന്നിനെയും ക്രിസ്റ്റിയെയും അതുപോലെ തന്നെ നമ്മുടെ അമലിനെയും പ്രത്യേകമായിട്ട് ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ നമുക്ക് യാചിക്കാം. ആകയാൽ കർത്താവിനടുത്ത് മരണവും ഉയർപ്പും ഓർത്തോടെ അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നെന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ പുരുഷയുടെ പാനപാത്രം ഞങ്ങൾ അംഗീകരിപ്പിക്കുന്നു. ക്രിസ്തുവിനെ ശരീരത്തിൽ രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ, താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യവസ്ഥ കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ
മെത്രാന്മാരോടും വൈദികഗണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെ അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്ന അങ്ങനെ മാതാവ് ഒരു സൈനികാമരത്തോടും ആ കന്യകയുടെ ഭർത്താവായ വകയുടെ പിതാവിനോടും നിഗൃഹരായ പുസ്തകന്മാരോടും കലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സ്ഥലവിസ്തരോടും മൊത്തത്തിൽ ജീവൽ പങ്കുചേരാൻ അർഹരാക്കിയ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ അങ്ങ് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും ദിവോദേശസ്വരൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏരിച്ചെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിടുന്ന ഞങ്ങളിൽ സമാധാനം കനിവാർ നൽകണം. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നൊരു സമാധാനം നൽകാൻ തരുന്ന അങ്ങേ അപ്പോസ്തലന്മാരിൽ വിശുദ്ധ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ പാർത്തങ്ങ് തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും നിങ്ങൾ പരസ്പരം സമാധാനം ആശ്വസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ മിശ്രണം അവർ സ്വീകരിക്കുന്ന നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ ശരീരത്തിലെ സ്വീകരിക്കുകയും ശിക്ഷയും കാരണമാകാതെ അങ്ങേ കാരണത്തിലേക്ക് മനസ്സിന് ശരീരത്തിന് സംരക്ഷണം സ്വീകാര്യമായ ഔഷധമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട് പെരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ പ്രവേശിക്കാൻ യോഗ്യനല്ല. ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, നന്മാവസം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരത്വവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ഈ രഹസ്യങ്ങൾ വഴി ഞങ്ങൾക്ക് അപേക്ഷിക്കുന്ന രക്തസാക്ഷികളെ വിശുദ്ധരായ കൊർന്നേലിയസിൻ്റെയും സുപ്രിയാൻ്റെയും മാതൃകയിൽ അങ്ങേ ചൈതന്യത്താൻ്റെ ശക്തിയാൽ സ്ഥിരീകരിക്കപ്പെട്ട് സുവിശേഷ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്കും കഴിയുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവാൻ ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, ദിവ്യകാരുണ്യനാഥേ പരിശുദ്ധ മറിയമേ, പിതാവേ, സമസ്യാനോസേ, സഹോദരേസ്യായേ, സകല വിശുദ്ധരെ, സകല മലാഹമാരെ,
മരിയാമ്പികേ വരദായികേ ആശ്രയം നീ വിമലാംബികേ അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ മരിയാമ്പികേ വരദായികേ ആശ്രയം നീ വിമലാംബികേ അഴലാമാഴി അലയുന്ന മക്കളുടെ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ അമ്മേ അമലേ അമലോത്ഭവേ മാതേ മഹിതേ മനോഹരിയേ